ക്ലിനിക്കിനകത്തും പുറത്തും ഒക്കെ നോക്കി, കാണാനില്ല. ആശുപത്രിക്കാരോട് സ്റ്റേഷനിൽ പറയാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ കൊച്ചു ഒരിടത്തോട്ട് ഇറങ്ങി പോവില്ല. എനിക്ക് നല്ല ഉറപ്പുണ്ട്. അവന് വേറെ എന്തോ പറ്റിയിട്ടുണ്ട്. എന്റെ മണി, നീ സമാധാനിക്കൊന്ന്. കുഞ്ഞുട്ടനെ നിങ്ങൾ ഏൽപ്പിച്ചിട്ട് ഇറങ്ങിയത് എന്റെ തെറ്റ്. ഇനി എന്റെ കൊച്ചിനെ ഞാൻ എവിടുന്ന് കണ്ടുപിടിക്കാനാ? സമാധാനിക്ക് മണി, ഇവിടെ അടുത്തെവിടെയെങ്കിലും കാണും, നമുക്ക് നോക്കി കണ്ടുപിടിക്കാം. എന്ന കാര്യം പറഞ്ഞ് സമയം കാലം പോയി കണ്ടുപിടിക്കും നിങ്ങള്. ചേട്ടാ ഒന്ന് വെയിറ്റ് ചെയ്യണേ. ആ ശരി. ഇല്ല അമ്മ, ഇവിടെയൊന്നും ആരുമില്ല. ആ മോനെ, ഇവിടുത്തെ സാറിനെ അറിയോ? അറിയാം. സാർ എവിടെ പോയി? ഞാനിവിടെ ട്യൂഷൻ പഠിക്കുന്നത്. 2 ദിവസമായിട്ട് സാറിന്റെ ഒരു വിവരമില്ല. വീടും അടഞ്ഞു കൊടുക്കുക, ഫോണും സ്വിച്ച് ഓഫ്. സാധാരണ ഇവിടെ പോകുന്നുണ്ടെങ്കിലും ഞങ്ങളോട് പറഞ്ഞിട്ടാ പോവാറ്. ഞങ്ങളും വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ടാ നേരിൽ വന്നത്. അമ്മ നമുക്ക് എന്നാ പോവാം. ശരി മോനെ. ചേട്ടാ റെയിൽവേ സ്റ്റേഷൻ ആക്കിയാ മതിയെ. ആ ശരി. ഇത് മോഹൻ തന്നെയാ. എനിക്ക് ഉറപ്പുണ്ട്. മോഹൻ ജയിലിൽ ചാടിയപ്പോഴേ ഞാൻ വിളിച്ച് സാറിനോട് ശ്രദ്ധിക്കാൻ പറഞ്ഞതാ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചേച്ചി? ഇല്ല ഏട്ടാ, വണ്ടി പോട്ടെ. എന്തായാലും നമുക്ക് അവിടെ എത്തി ആദ്യം വിഷ്ണുവിനെ കണ്ട് കാര്യങ്ങൾ പറയാം. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. ശരി. അപ്പോ പുള്ളിയുടെ വീട്ടിലാന്ന് ഉറപ്പല്ലേ? അതെ, ഞങ്ങൾ അവിടെ പോയി നോക്കിയതല്ലേ. പിന്നെ സാറ് ക്ലാസ് എടുക്കുന്ന ഒരു പയ്യനെയും ഞങ്ങൾ കണ്ടിരുന്നു. ആ കുട്ടി പറഞ്ഞത് 2-3 ദിവസമായിട്ട് സാറിന്റെ ട്യൂഷൻ ഇല്ല, വീട് ഉടഞ്ഞു കിടക്കുവന്നാ. എനിക്ക് ഈ കാര്യത്തിൽ ഒരു സംശയമില്ല. ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ എന്ന് പറഞ്ഞതുപോലെ കൃഷ്ണേന്ദ്രൻ സാറിന്റെ മിസ്സിംഗിന് പിന്നിൽ ഉറപ്പായി മോഹൻ തന്നെയാണ്. അയാള് സാറിനെ ഉപദ്രവിക്കുമെന്ന് എന്റെ പേടി. അയാളൊരു സൈക്കോ ആണ്. എന്താ അയാൾ ചെയ്യാന്ന് നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ കഴിയും. വിഷ്ണു ഒന്ന് അന്വേഷിക്കൂ. അല്ലാതെ തന്നെ മോഹന് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമായി നടക്കുകയാണ്. ഞാനിവിടെ അവിടെ എന്റെ സസ്പെൻഷൻ കഴിയും. ശരിയായിട്ട് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. ഉടനെ ജോയിൻ ചെയ്യും. അത് സൗകര്യമാണോ വിഷ്ണുട്ടാ? എനിക്ക് സത്യത്തിൽ മല്ലപ്പടിയ സൗകര്യം. മക്കളുടെ സ്കൂളിൽ പോക്കും മറ്റും ചെറിയൂരല്ലേ സൗകര്യം. എന്തായാലും തൽക്കാലം എങ്ങനെയെങ്കിലും പോട്ടെന്ന് വെച്ചു. പിന്നെ റെന്റിനൊരു വീട് അങ്ങോട്ട് മാറും. അത് തന്നെയാ നല്ലത്. പത്മചേച്ചി കൂടെ കൂട്ടിയാ അവരോട് ഒറ്റയ്ക്കാവില്ലല്ലോ. അവിടെ വിട്ട് ഒരിടത്തേക്കും ഇല്ലാന്ന് പറഞ്ഞ് അമ്മ ഒരേ നിർബന്ധത്തിൽ നിൽക്കുക. അതാ വീട് പിന്നെ എടുക്കാന്ന് വെച്ചത്. തൽക്കാലം ഇങ്ങനെ പോട്ടെ. രാധയ്ക്ക് നല്ല മാറ്റമുണ്ട് ഇപ്പൊ. അതെങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്ന വഴിയാ ഞാൻ നോക്കുന്നത്. അതാ നല്ലത്. പിന്നെ വിഷ്ണു, കൃഷ്ണധർ സാറിന്റെ കാര്യം ഒന്ന് അന്വേഷിക്കണേ. അന്വേഷിക്കാം. മോഹൻ എന്റെ വീട്ടിൽ തന്നെ വന്നപ്പെടും. എനിക്ക് ഉറപ്പാ. വൈകുന്തോറും അയാള് സാറിനെ അപകടപ്പെടുത്തുമെന്നാ എന്റെ പേടി. പേടിക്കണ്ട, കാര്യങ്ങൾ ഞാൻ ഓപ്പറേറ്റ് ചെയ്യാം. എന്നാ ഞങ്ങള് വിളിച്ചോളാം. ശരി വിഷ്ണു. ആയിക്കോട്ടെ. ശരി. ഹലോ ഏട്ടത്തെ. ഹലോ വീണ, ഞാൻ ഇടയ്ക്ക് അങ്ങോട്ട് വിളിക്കണമെന്ന് വിചാരിച്ചതായിരുന്നു, വിട്ടുപോയി. ഇപ്പൊ എങ്ങനെയുണ്ട് സന്തോഷേട്ടന്? ഒരു പ്രശ്നമുണ്ട് വീണ. ക്ലിനിക്കിൽ നിന്ന് സന്തോഷിനെ മിസ്സായി. മിസ്സാവേ? അതെങ്ങനെ? ക്ലിനിക്കിൽ അച്ഛനാ സന്തോഷിന്റെ കൂടെ ഉണ്ടായിരുന്നത്. അച്ഛൻ നോക്കുമ്പോ റൂമിൽ അവനില്ല. വയ്യാത്തതുകൊണ്ട് എവിടെയെങ്കിലും ഇറങ്ങി പോയെന്നാ പേടി. അങ്ങനെയാണെങ്കിൽ അവിടെ ചുറ്റോട്ടത്ത് എവിടെയെങ്കിലും തന്നെ കാണില്ലേ? ചിലപ്പോ പേടിച്ച് എവിടെയെങ്കിലും മാറിയിരുന്നാലും അറിയില്ല. പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. ഞാൻ വിഷ്ണുവിനോട് വിളിച്ച് പറയാം. വലിയ ദൂരത്തോട്ട് പോകാൻ ചാൻസ് കുറവാ. അടുത്ത് എവിടെയെങ്കിലും തന്നെ ഉണ്ടാവും ഏട്ടത്തി. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് ഇപ്പൊ വന്നതേ ഉള്ളൂ. ഞാൻ ക്ലിനിക്കിലേക്ക് ഇറങ്ങുവാ. എന്തെങ്കിലും പേരെ കിട്ടി പറയണ ഏട്ടത്തി. ഞാൻ വിളിക്കാം. ശരി. ആരാടി വിളിച്ചത്? റാണിയേട്ടത്തിയാ വിളിച്ചത്. ക്ലിനിക്കിൽ നിന്ന് സന്തോഷിനെ കാണാനില്ലെന്ന്. കാണാതെ എവിടെ പോകാൻ? അറിയില്ലാന്ന്. സന്തോഷിന്റെ അച്ഛനാ ഒപ്പം ഉണ്ടായിരുന്നത്. ഇനി ഇത് മോഹന്റെ കളിയാണോ? എങ്ങനെ? അയാൾ പിടിച്ചോണ്ട് പോയതാണെങ്കിലോ? അതിന് ചാൻസ് ഇല്ല അമ്മ. സന്തോഷിനെ പിടിച്ചോണ്ട് പോയിട്ട് അയാൾക്ക് എന്താ ഗുണം? ബന്ധം ഡിവോഴ്സിനെ കടത്തി നിൽക്കുന്നതുകൊണ്ട് പിടിച്ചോണ്ട് പോയി നമ്മളെ വിഷമത്തിലാക്കാൻ പറ്റില്ലെന്നും അയാൾക്ക് അറിയാലോ. അത് അല്ല, മോഹന്റെ പക്ഷത്ത് നിർത്താനാണെങ്കിലോ? മെന്റലി സ്റ്റേബിൾ അല്ലാത്ത ഒരാളെ കൊണ്ട് അയാൾക്ക് എന്താ അമ്മേ കാര്യം? അല്ല, ഞാൻ എനിക്ക് മനസ്സിൽ തോന്നിയത് പറഞ്ഞതാ. എന്തായാലും ഞാൻ വിഷ്ണുവിനോട് ഇക്കാര്യം വിളിച്ച് പറയാം. ഒരു സംശയം വേണ്ട പത്മനാഭ, ഇതിന്റെ പിന്നിൽ അയാൾ തന്നെയാ. ഭാര്യയുടെ അച്ഛനായതുകൊണ്ട് എന്നെ നല്ല രീതിയിൽ. ഒരു മിനിറ്റ്. ഹലോ. വിഷ്ണു മോനെ, അത് മോഹന്റെ വിവരം എന്തെങ്കിലും കിട്ടിയോ? ഞാൻ എസ്ഐയോട് അക്കാര്യം തന്നെയാ സംസാരിച്ചുകൊണ്ടിരുന്നത്. മോഹന് വേണ്ടി കാര്യമായ അന്വേഷണവും തെരച്ചിൽ നടക്കുന്നുണ്ട്. ഇനി എന്തായാലും വൈകില്ല. അതെല്ലേ? അതെ മോനെ, നമ്മുടെ സന്തോഷ് മിസ്സിംഗ് ആണെന്ന് പറഞ്ഞ് സന്തോഷിന്റെ ചേട്ടത്തി വിളിച്ചിരുന്നു. സന്തോഷ് ഇപ്പൊ ഹോസ്പിറ്റലായിരുന്നു. എന്തോ സൈക്യാട്രിക് ട്രീറ്റ്മെന്റിലായിരുന്നു. സന്തോഷിന്റെ അച്ഛനും കൂടെ ഉണ്ടായിരുന്നതാ. അച്ഛൻ ടോയ്ലറ്റിലോ മറ്റോ പോയി വന്നപ്പോ സന്തോഷിനെ കാണാനില്ല. എന്നിട്ട് കംപ്ലൈന്റ് കൊടുത്തോ? ക്ലിനിക്കിൽ നിന്ന് അവർ പോലീസിനെ അറിയിച്ചിട്ടുണ്ടെന്നാ പറഞ്ഞത്. ശരി, ഞാൻ തിരക്കണം. കാര്യങ്ങൾ സ്പീഡപ്പാക്കാം. വിഷ്ണു, ഈ മിസ്സിങ്ങിന് പിന്നിലും മോഹൻ ഉണ്ടോന്ന് എനിക്കൊരു സംശയം. സന്തോഷം അയാൾ പിടിച്ചു വെച്ചിട്ട് അയാൾക്ക് എന്താ കാര്യം? മോഹനായതുകൊണ്ട് അയാളുടെ പ്ലാനുകളൊന്നും നമുക്ക് ഊഹിക്കാൻ പോലും ആവില്ല. നോക്കട്ടെ, ആ വഴിക്ക് ഞാൻ അന്വേഷിക്കും. ശരി വിഷ്ണു, ഞാൻ വിളിച്ചോളാം. ശരി. സന്തോഷിനെ മോഹൻ പിടിച്ചോണ്ട് പോയിട്ട് എന്ത് കാര്യം വിഷ്ണു ചോദിക്കുന്നത്? ഞാനും അതാമ്മേ പറഞ്ഞത്. അതിന് ചാൻസ് ഇല്ല. അതുമല്ല, സന്തോഷേട്ടൻ ഹോസ്പിറ്റലിലായിരുന്നില്ലേ? ക്ലിനിക്കിൽ നിന്ന് സന്തോഷായിട്ട് ഇറങ്ങി പോയതാണെങ്കിൽ സന്തോഷ് എവിടെ? അവൻ കിടന്ന് നന്നായി കളിക്കുന്നുണ്ട് കേട്ടോ. മോഹനല്ലേ? അവനെ കിട്ടട്ടെ, അവന്റെ അവസാനമായിരിക്കും. ടീച്ചറുടെ ഇളയ മരുമോനല്ലേ സന്തോഷ്, അയാൾ മിസ്സിംഗ് ആണ്. ആണോ? ടീച്ചർ പറയുന്നത് ഇതിന്റെ പിന്നിൽ മോഹനാണെന്ന്. അതായിരിക്കും സാറേ. അവനവന്റെ അവസാനത്തെ കളിക്കുള്ള പ്ലാനിലാണ്. എന്ത് വില കൊടുത്തും അവനെ പൊക്കിയെ പറ്റി പത്മനാഭൻ. ഉറപ്പായി സാർ. കൃഷ്ണൻ എന്ന സാറിന്റെയും സന്തോഷിന്റെയും മിസ്സിംഗ് കമ്പയർ ചെയ്ത് ട്രാക്ക് ചെയ്യാൻ പറ്റുമോ നോക്കാം. സാർ, സന്തോഷ് ട്രീറ്റ്മെന്റ് ഉണ്ടായിരുന്ന മൈൻഡ് കെയർ സെന്ററിൽ നിന്നും കൃഷ്ണേന്ദ്രൻ സാറ് വീട്ടിൽ നിന്നാണ് മിസ്സിംഗ് ആയത്. അവസാനം കണ്ട സ്ഥലം കേന്ദ്രീകരിച്ച് രണ്ടിടത്ത് അന്വേഷണം നടത്താം. സാർ, ഉറപ്പായിട്ട് നമുക്ക് ലീഡ് കിട്ടും. അവനെന്തോ വലിയ കളി പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ കളി കളിക്കാൻ അവനെ അനുവദിക്കരുത് പത്മനാഭ. ഇല്ല സാർ, അവനെ ഉടനെ പോക്കാം. അവനിപ്പോഴും ഉറപ്പായിട്ടും നമ്മുടെ സർക്കിളിൽ തന്നെ. പത്മനാഭ, ഗോ ഫോർ ഹോട്ട് സർ. ഷുവർ സാർ. വിഷമിക്കണം, സന്തോഷിനെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. സാധാരണ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ സെക്യൂരിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടേണ്ടതാണ്. CCTV വിഷ്വൽസിലും സന്തോഷിനെ കാണാനില്ല. എന്തായാലും എങ്ങനെയോ സന്തോഷ് ഈ പരിസരം വിട്ടു. പോലീസിനെ അറിയിച്ചതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. പെട്ടെന്ന് നമുക്ക് കിട്ടും. രോഗാവസ്ഥയിലായതുകൊണ്ട് തന്ത്രപൂർവ്വം മാറി നിൽക്കാനൊന്നും സന്തോഷിന് കഴിയില്ല. ഇടയ്ക്ക് സന്തോഷ് അപകടകരമായ വിധത്തിൽ
ആക്രമണ മനോഭാവം കാണിച്ചിരുന്നല്ലോ. അന്നൊക്കെ അർദ്ധബോധത്തിൽ പറയുന്ന കാര്യങ്ങളിൽ വൈഫിനോടുള്ള പക ശരിക്കും വ്യക്തമായി. അതുകൊണ്ട് ആ കുട്ടിയോട് സൂക്ഷിച്ചോളാൻ പറയണം. അവരോട് ശ്രദ്ധിക്കാൻ ഞങ്ങൾ പറയാം. അവർക്ക് ചിലപ്പോ പെട്ടെന്ന് തോന്നി തുനിഞ്ഞാണ് അങ്ങനെ സംഭവിച്ചതുമാവും. എന്തായാലും യാതൊരു പ്രശ്നമില്ലാതെ സന്തോഷിനെ പെട്ടെന്ന് കിട്ടുന്ന കാര്യം ചെയ്തിട്ടുണ്ട്. സമാധാനമായി റൂമിൽ വെയിറ്റ് ചെയ്യട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാം. ഓ ശരി. അമ്മ എന്തായി ചെയ്യുന്നേ? വയ്യാതെ സ്വന്തം വരെ കണ്ടുപിടിക്കണം നിങ്ങൾക്കില്ല. കൊണ്ട് അവള് വരെ വിളിച്ചു പറഞ്ഞു അവള് വരെ രക്ഷിക്കാൻ നടക്കുന്നു. നാവിന് എല്ലില്ലാന്ന് വെച്ച് എന്ത് വിളിച്ചെന്ന് പറയരുത്. അവന്റെ ജീവിതം നരകമാക്കിയത് നീയാ. അച്ഛൻ മതി. എന്നിട്ട് എന്റെ അടുത്ത് തട്ടിക്കറാൻ നിൽക്കും. നിന്റെ ഈ അഹന്ത തീർക്കാൻ നടേശനെ അറിയാഞ്ഞിട്ടല്ല, പക്ഷെ സ്ത്രീകളെ തല്ലുന്നത് വീരത്വമാണെന്ന് ബോധ്യമുള്ളതുകൊണ്ടാ. അല്ലെങ്കിൽ നിങ്ങൾ എന്നെ തല്ലോ തല്ലോ. ഓടത്തി കേറി പോമണി പോ. അമ്മ ഇവിടെ വെറുതെ ഭ്രാന്ത് കാണിക്കരുത്. എന്നാ അതിനും കൂടി ചികിത്സ വന്നിട്ട് വിടും. മോ പോയതല്ല സങ്കടം. മരുമോ ഒരു വിധത്തിൽ രക്ഷപ്പെടരുത്. ഈ വാശി ദേഷ്യം ഇനിയും വരുന്ന കളയമേ. വന്നേ വരാൻ. ഇങ്ങോട്ട് വാമേ. ഹലോ ഹലോ ടീച്ചറെ, നടേശനാണ്. ആ മനസ്സിലായി. എന്തായി സന്തോഷിന്റെ കാര്യം? എന്തെങ്കിലും വിവരം കിട്ടിയോ? ടീച്ചർ അറിഞ്ഞായിരുന്നു. ആ കുഞ്ഞിയോട് റാണി വിളിച്ചു പറഞ്ഞായിരുന്നു. ഞാനും മോളെ ആദ്യം വിളിച്ചത്, പിന്നെ വേണ്ടാന്ന് വെച്ചു. എന്തു പറ്റി? ഞങ്ങളോടിപ്പോ ഡോക്ടർ സംസാരിച്ചിരുന്നു. ഇടയ്ക്ക് സന്തോഷ് കുറച്ച് അക്രമ മനോഭാവത്തിൽ നിന്നപ്പോ ചെറിയൊരു ബോധത്തിൽ വീണമോളോട് കടുത്ത പകയുള്ളതുപോലെ സംസാരിച്ചിരുന്നു. അക്കാര്യം ഡോക്ടർ ഓർമ്മിപ്പിച്ചു. അതുകൊണ്ട് വീണയോടൊന്ന് ശ്രദ്ധിച്ചോളാൻ ഡോക്ടർ സൂചിപ്പിച്ചു. നേരിട്ട് വിളിച്ച് പറഞ്ഞാൽ വീണ പേടിച്ചാലോന്ന് കരുതിയാ ഞാൻ ടീച്ചറെ വിളിച്ചത്. ടീച്ചർ അറിഞ്ഞ മട്ട് കാണിക്കാതെ ശ്രദ്ധിച്ചാൽ മതി. സന്തോഷ് ഇത് മനസ്സിൽ വെച്ചിട്ട് അങ്ങോട്ടെങ്ങാനും കയറി വന്നാലോ? അത് പിന്നെ ഞാൻ ശ്രദ്ധിച്ചോളാം. അതെ, സന്തോഷിന്റെ കാര്യം എന്തെങ്കിലും അറിഞ്ഞ പറയണേ. ഓ അത് ഞാൻ പറയാം. ശരി. ശരി, ഓക്കെ. കൃഷ്ണ അമ്മേ. സന്തോഷിന്റെ അച്ഛനല്ലേ വിളിച്ചത്? എന്താ പറഞ്ഞേ? അത് റാണി കുഞ്ഞിയെ വിളിച്ചു പറഞ്ഞ കാര്യം സന്തോഷിന്റെ അച്ഛൻ അറിഞ്ഞില്ലായിരുന്നു. മിസ്സിങ്ങിന്റെ കാര്യം പറയാൻ വിളിച്ചതാ. വേറെ ഒന്നും പറഞ്ഞില്ലേ? വേറെന്താ? അമ്മ എന്റെ അടുത്ത് നോക്കില്ലേ? എന്താണെങ്കിൽ എനിക്കൊരു മാനസികമായിട്ട് പിടിച്ചു നിൽക്കണ്ടേ? വേറെന്താ? വേറൊന്നും ഇല്ല കുഞ്ഞി. നീ ഒന്ന് സമാധാനായിട്ട് ഇരുന്നേ. എന്തെങ്കിലും വിവരം കിട്ടുവാണെങ്കിൽ സന്തോഷിന്റെ അച്ഛൻ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മേ, സന്തോഷം എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടോ? പറ അമ്മേ. എടി അങ്ങനെയൊന്നും ഇല്ല. വെറുതെ കാട് കയറി ആലോചിക്കൊന്നും വേണ്ട. അമ്മേ, അമ്മ. അത് നേരെ മഹേഷേ, എടാ ഒരു കാര്യം ഉണ്ടടാ. അത് നമ്മുടെ സന്തോഷിന് ഈ അടുത്ത് എന്തൊക്കെയോ മാനസിക ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ഒരു ക്ലിനിക്കിലായിരുന്നു. എന്നിട്ട് ഇപ്പൊ സന്തോഷ് അവിടെ നിന്ന് മിസ്സിങ്ങാ. അല്ല അവിടെ ഇപ്പം കൂടെ ആരുമില്ലേ? എടാ സന്തോഷിന്റെ അച്ഛൻ കൂടെ ഉണ്ടായിരുന്നു. ഇതിപ്പോ പ്രശ്നം അതൊന്നും അല്ല. എന്നെ സന്തോഷിന്റെ അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. സന്തോഷ് ക്ലിനിക്കിലായിരുന്നപ്പോ വീണയോട് അവന് വല്ലാത്ത പകയുണ്ടായിരുന്നു. അതുകൊണ്ട് വീണയെ അപകടപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. എടാ എനിക്കിപ്പോ കുഞ്ഞിയോട് ഇക്കാര്യം പറയാൻ പറ്റില്ല. അവള് ബേക്കറിയിലേക്ക് ഇപ്പൊ വരും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ക്യാഷിൽ നിന്നാ അവൾ അവിടെ ഉള്ളത് പെട്ടെന്ന് അറിയും. നീ എന്തെങ്കിലും പറഞ്ഞു ഓമൻ അമ്മയുടെ കൂടെ നിർത്തിയാൽ മതി. അല്ല അപ്പൊ അമ്മ ബേക്കറിയിലോട്ട് വരുന്നില്ലേ? എനിക്ക് റീജോയിനിങ്ങിന്റെ ഒരു കാര്യം ക്ലിയർ ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞ് ഞാനും എത്താം. അമ്മ ഒറ്റയ്ക്ക് എങ്ങോട്ടെങ്കിലും ഇറങ്ങുന്നത് സൂക്ഷിക്കണം. അയാൾ പുറത്തുള്ളതാ. മോഹനാണ് നിന്റെ കാമുകൻ കൃഷ്ണേന്ദ്രൻ എന്റെ കസ്റ്റഡിയിലുണ്ട്. സരസ്വതിയെ മോഹൻ കൊന്ന ആ കഥയ്ക്ക് ത്രില്ലില്ല. സരസ്വതിയെ കൊല്ലുന്നത് പ്രിയ ശിഷ്യനും അതിലുപരി മരുമോനുമാവുമ്പോ അതൊരു ഗംഭീര വാർത്തയും കഥയും ആവും അല്ലേ?